ഹേ ഡിയേഴ്സ്, അപ്പോൾ ഇന്നൊരു ലഞ്ച് സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കഴുകിയ ചിക്കനിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഗരം മസാല, പിന്നെ ഒരു വലിയ സ്പൂണിന് തന്നെ കോൺഫ്ലവർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ദെൻ ഒരു മുട്ട, ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെയും പിടിക്കണമല്ലോ, നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളിതൊരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ, എന്നാലും ഈ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കുള്ളൂ, അല്ലെങ്കിൽ ഒന്നും അകത്തോട്ട് പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഞാനിതൊരു 2 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ കണ്ടില്ലേ. ഇനി നമുക്കിത് ഒരു പാനിൽ എണ്ണ ചൂടായി വരുമ്പോൾ ഈ പീസസൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. എന്താ പറയുക, നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ തിരിച്ച് മറിച്ചിട്ടിട്ട് എടുക്കാം കേട്ടോ. ഞാൻ ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കുന്നില്ല, കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇത് ചിക്കൻ കറിക്കുള്ളതാണ്. അപ്പോൾ നമ്മളിതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ്, മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് ഒരു അരമണിക്കൂർ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ സ്പൈസസും കറിവേപ്പിലയും, പിന്നെ ഒരു 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും, പിന്നെ സ്ലൈസ് ചെയ്ത വലിയുള്ളിയും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഈ വലിയുള്ളി ഇടുമ്പോൾ നല്ല പോലെ നമ്മൾ ഇളക്കി എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിക്കൻ കറി വെച്ച് കഴിയുമ്പോൾ സംഭവം ഒരു വെള്ളം വേറെ കറി വേറെ ആയിട്ട് മാറി നിൽക്കും, അത് നന്നായിട്ടുണ്ടാവില്ല. പിന്നെ ഞാൻ അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി ഞാൻ അരച്ചതാണ് കേട്ടോ, കട്ട് ചെയ്തിട്ടും ഇടാം, ഞാൻ അരച്ചൊന്നേ ഉള്ളൂ. ഇട്ടിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിൽ ഞാൻ കുരുമുളക് പൊടിയും ജീരകത്തിൻ്റെ പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി ചിക്കനിലെല്ലാം മസാലയും മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലോട്ടിട്ട് ഫുള്ളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉള്ളിയും ചിക്കനും ഒക്കെ ഒന്ന് നന്നായിട്ട് യോജിച്ച് വരണം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ന് അമ്പാടിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ സദ്യ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആൾ ചിക്കൻ മതി, അമ്മ ലെഗ് പീസ് വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് ചിക്കൻ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മളതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാം. ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല തിള വന്നു. അതിലേക്ക് കുറച്ച് മല്ലിയില തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ചിക്കൻ കറി. അപ്പോൾ ഇന്നത്തെ ലഞ്ചിനിതാ നല്ല ഗീ റൈസും, പിന്നെ നല്ല ചിക്കൻ കറിയും, നല്ല സാലഡ് കേട്ടോ. സാലഡ് ഇല്ലാതെ പിന്നെ ഒരു പരിപാടി ഇല്ലല്ലോ. ദെൻ ഇത് അടപ്പായസമാണ്, അതും വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ കുറച്ച് ഫ്രൈ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് ലഞ്ചിന്, അമ്പാടിക്കുട്ടൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലിന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ബൈ.